നമ്മൾ തലസ്ഥാനത്തേക്കാണ് വീണ്ടും പോകുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുനർജനി എന്ന പേരിൽ ആമയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. തലസ്ഥാനത്ത് നിന്ന് വിനീഷിലേക്ക് പോകുന്നു. വിനീഷ്, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്ത് ക്ലീനപ്പ് ക്യാമ്പയിൻ, മെഗാ ക്ലീനപ്പ് ക്യാമ്പയിനാണ് പുനർജനി എന്ന പേരിൽ. പറയൂ അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും പുനർജനി എന്ന പേരിൽ ചില പ്രകൃതി സ്നേഹികൾ ഒപ്പം തന്നെ ഈ ഒരു നാടിനെ സംരക്ഷിക്കുക, ജലം സംരക്ഷിക്കുക, മണ്ണ് സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുനർജനി എന്ന പേരിൽ കുറച്ച് പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. ഇവരുടെ നേതൃത്വത്തിലാണ് ആമ്പയിഴഞ്ചാൻ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. ആ ക്ലീനപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം അല്പസമയം മുമ്പ് പുറപ്പെടുവിക്കുകയുണ്ടായി. നമുക്ക് കാണാം, കുറെ NCC കുട്ടികൾ, ഒപ്പം തന്നെ കുറച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇവർക്കൊക്കെ തന്നെ പ്രകൃതി എന്താണ്, അല്ലെങ്കിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നത് സംബന്ധിച്ച് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഈ ഒരു പ്രകൃതി ദിനത്തിൽ അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഈ പുനർജനി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ സംഘടിപ്പിച്ചത്. ആ സംഘടിപ്പിച്ച പ്ലാറ്റ്ഫോമിൽ റോഡിൽ സ്റ്റേജ് കെട്ടി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഇത്തരത്തിലാണ്, റോഡിലാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നതെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു, റോഡിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ കൃത്യമായി തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഈ വാഹനങ്ങളെല്ലാം തന്നെ കൃത്യമായി കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വാഹനങ്ങൾ തടസ്സം ചെയ്തുകൊണ്ട് റോഡിൽ കയറ്റി പരിപാടി നടത്തിയെന്ന തരത്തിൽ ഈ ഒരു പരിപാടിയെ പോലും വിവാദത്തിലകർത്താൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് അല്പസമയം മുമ്പ് കാണാൻ സാധിച്ചു. പക്ഷേ ഹൈക്കോടതിയുടെയൊക്കെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പറയുന്നത് റോഡിൽ ഇത്തരം പരിപാടികൾ നടത്തിക്കൂടാ, പൊതു പരിപാടികൾ, രാഷ്ട്രീയ പരിപാടികൾ നടത്തിക്കൂടാ എന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് NCC കുട്ടികളും ഒപ്പം തന്നെ ചില സന്നദ്ധ സംഘടനകൾ, പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ നടത്തുന്ന ആ ഒരു പരിപാടിയെ വിവാദത്തിലേക്ക് ആഴ്ത്താൻ ശ്രമിക്കുന്നു. അതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തിരുവനന്തപുരം മേയർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടായ സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം അങ്ങനെ റോഡിൽ പരിപാടി നടത്തിയാൽ താൻ അതിൽ പങ്കെടുക്കില്ല എന്ന നിലപാടും മേയർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഒരു സന്നദ്ധ സംഘടനയോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം വിവാദമാകുന്നതിന് പിന്നിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മേയറുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായാൽ അത് വിവാദമാക്കും എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കഥകൾ കെട്ടി ചമച്ചു വിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വാഹനങ്ങൾക്ക് സുഗമമായി തന്നെ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് സംഘാടകർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ പോലീസിൻ്റെ അനുമതിയുണ്ട്. പ്രത്യേകിച്ച് വഞ്ചിയൂരിലെ പോലീസ്, ജനമൈത്രി പോലീസ് അടക്കമുള്ളവർ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്, ആ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ പരിപാടിയെ പോലും NCC കേഡറ്റായ വിദ്യാർത്ഥികളൊക്കെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തപ്പോൾ എല്ലാവരും ഒരേ കണക്ക് അതിനെ അനുകൂലിച്ചതാണ്. പക്ഷേ ആ അനുകൂലിച്ചതിനെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ മേയർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു, അങ്ങനെയെങ്കിൽ അതൊരു കോടതി വിധിയുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ ഈ ഒരു പരിപാടിയെ വിവാദമാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ലൈവ് തുടങ്ങിയ സമയം മുതൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു, വാഹനങ്ങൾ സുഗമമായി തന്നെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നതിനപ്പുറം ഒഴിച്ചാൽ മറ്റൊരു സ്റ്റേജ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്. പക്ഷേ നിലവിൽ മറ്റു വാഹനങ്ങൾക്ക് യാതൊരു വിധമായ തടസ്സം കൂടാതെ കൃത്യമായി പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. ശരി.